നമസ്കാരം. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇടിയാൻ സാധ്യതയുള്ള 3 സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റോക്കുകൾ ഇടിയാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണം മോശം ക്വാർട്ടർലി റിസൾട്ട്. ഒന്നാമത്തെ സ്റ്റോക്ക് നിയോജൻ കെമിക്കൽസ് ലിമിറ്റഡ്. നിയോജൻ കെമിക്കൽ ലിമിറ്റഡ് കഴിഞ്ഞ ദിവസം 1.3% ഇടിഞ്ഞ് 1370 ക്ലോസിംഗ് നൽകി. 3000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 73.16, ഡിവിഡൻഡ് yield 0.2%. 52 വീക്ക് 1859, 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഹെവി ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. കഴിഞ്ഞ 6 മാസം കൊണ്ട് സ്റ്റോക്ക് 11% നെഗറ്റീവ് റിട്ടേണും 1 വർഷം കൊണ്ട് 5%-നടുത്ത് മാർജിനൽ പോസിറ്റീവ് റിട്ടേണുമാണ് നൽകിയത്. 2019 മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയ കമ്പനി ഇതുവരെ 400%-നടുത്ത് റിട്ടേൺ നൽകി. ക്വാർട്ടർലി റിസൾട്ടിൽ ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും കമ്പനിയുടെ പെർഫോമൻസ് മോശമായിട്ടുണ്ട്. 186 കോടിയിൽ നിന്നും സെയിൽസ് 167 കോടിയിലേക്ക് ഇടിഞ്ഞു. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കിയാൽ 168 നിന്നും 167 കോടിയിലേക്ക് സെയിൽസ് ഇടിഞ്ഞു. ഓപ്പറേറ്റിംഗ് മാർജിൻ 16%-ൽ നിന്നും 15.4%-ലേക്ക് ഇടിയുകയും നെറ്റ് പ്രോഫിറ്റ് 14.71 കോടിയിൽ നിന്നും 5.80 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു. ക്വാർട്ടർ ടു ക്വാർട്ടർ നെറ്റ് പ്രോഫിറ്റ് 9 കോടിയിൽ നിന്നും 5.80 കോടിയിലേക്കാണ് ഇടിഞ്ഞത്. ഒരു സമയത്ത് ഹൈ ഗ്രോത്ത് കാറ്റഗറിയിൽ ഉൾപ്പെട്ട കെമിക്കൽ സെക്ടറിലെ കമ്പനിയായ നിയോജൻ കെമിക്കൽസ് ഡീസ്റ്റോക്കിംഗ് മൂലം അണ്ടർ പെർഫോം ചെയ്യുകയാണ്. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 31%, 3 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് 20%, ROE 13%-നടുത്തും. കമ്പനി ലിഥിയം ബേസ്ഡ് ഓർഗാനിക് ആൻഡ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് മാനുഫാക്ചർ ചെയ്യുന്നു. 472 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 468 കോടി രൂപയുടെ കടമുണ്ട്. ഡെപ്റ്റ് ടു ഇക്വിറ്റി 1%-നടുത്താണ്. കൂടാതെ കമ്പനിയുടെ ROE 10%, ROCE 13.2%. പ്രൊമോട്ടേഴ്സും അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഈ ക്വാർട്ടറിൽ കുറച്ചിട്ടുണ്ട്. 60%-ൽ നിന്നും പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 56.89%-ലേക്ക് ഇടിഞ്ഞു. FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 4.5%, DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 22.8%, പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 15.7%. നിയോജൻ കെമിക്കൽ 1750-ൽ നിന്നും ഇടിഞ്ഞ് 1375-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. 1250, 1150 തുടങ്ങിയ ലെവലുകളാണ് സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ട് ലെവൽ. രണ്ടാമത്തെ സ്റ്റോക്ക് SJVN. റിന്യൂവബിൾ എനർജി സെക്ടറിലെ PSU കമ്പനിയായ SJVN ചുരുങ്ങിയ സമയം കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ നൽകിയ ഒരു PSU സെക്ടറിലെ സ്റ്റോക്കാണ്. പക്ഷേ മോശം ക്വാർട്ടർലി റിസൾട്ടിനെ തുടർന്ന് വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 6% ഇടിഞ്ഞ് 141-നടുത്ത് ക്ലോസിംഗ് നൽകി. 55,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 55.54, 52 വീക്ക് ഹൈ 170, 52 വീക്കിലോ 30. 1 മാസം കൊണ്ട് സ്റ്റോക്ക് 50%-നടുത്ത് റിട്ടേൺ നൽകി. 6 മാസം കൊണ്ട് 145%-നടുത്ത് റിട്ടേണും 1 വർഷം കൊണ്ട് 339%-നടുത്ത് റിട്ടേണുമാണ് നൽകിയത്. സ്റ്റോക്കിൻ്റെ പെർഫോമൻസിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ക്വാർട്ടർലി റിസൾട്ട് അല്ല കമ്പനി കാഴ്ചവെച്ചിരിക്കുന്നത്. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 51.65% ഇടിഞ്ഞു. 287 കോടിയിൽ നിന്നും ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റ് 138 കോടിയിലേക്കാണ് ഇടിഞ്ഞിരിക്കുന്നത്. റവന്യൂ 551 കോടിയിൽ നിന്നും മാർജിനലി 543 കോടിയിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. കൂടാതെ കമ്പനിയുടെ എബിറ്റ മാർജിനിലും ഗണ്യമായ ഇടിവ് വന്നിട്ടുണ്ട്. ടോട്ടൽ എക്സ്പെൻസ് 7.28% ഉയർന്ന് 381-ൽ നിന്നും 409 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ വിശദമായ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ കമ്പനിയുടെ പെർഫോമൻസ് മോശമായിട്ടുണ്ട്. 878 കോടിയിൽ നിന്നും 543 കോടിയിലേക്കാണ് സെയിൽസ് ഇടിഞ്ഞിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് മാർജിൻ 80%-ൽ നിന്നും 68%-ലേക്ക് ഇടിയുകയും നെറ്റ് പ്രോഫിറ്റ് 440 കോടിയിൽ നിന്നും 139 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു. കഴിഞ്ഞ ഡിസംബർ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് 287 കോടിയിൽ നിന്നും 139 കോടിയിലേക്ക് ഇടിഞ്ഞു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 381-ൽ നിന്നും 368-ലേക്ക് ഇടിയുകയും സെയിൽസ് 582-ൽ നിന്നും 543-ലേക്ക് ഇടിയുകയും ചെയ്തു. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 3%, പ്രോഫിറ്റ് ഗ്രോത്ത് 1%-നടുത്ത്, ROE 11%-നടുത്ത്. SJVN എന്ന കമ്പനി ഇലക്ട്രിസിറ്റി ജനറേഷൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ട റിന്യൂവബിൾ എനർജി സെക്ടറിലെ ഒരു കമ്പനിയാണ്. പ്രൊമോട്ടേഴ്സിന് 81.85% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. റീസെൻ്റ്ലി FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 0.9-ൽ നിന്നും 1.6-ലേക്ക് ഉയരുകയും DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 5.7-ൽ നിന്നും 5.9-ലേക്ക് ഉയരുകയും ചെയ്തു. പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 10.5. ROE 10.3%, ROCE 9.27%, വാല്യൂഷൻ 61.8.
SJVN എന്ന സ്റ്റോക്ക് 140 ട്രേഡ് ചെയ്യുന്നു. 125 മുതൽ 128 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടാണ്. 125 എന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ സ്റ്റോക്ക് ചിലപ്പോൾ 100 എന്ന ലെവലിലേക്ക് ഇടിയാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ സ്റ്റോക്ക് ക്യാമ്പസ് ആക്റ്റീവ് വെയർ ലിമിറ്റഡ്. 7000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 76.61, 52 വീക്ക് ഹൈ 424, 52 വീക്ക് ലോ 237. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 0.2% ഇടിഞ്ഞ് 258 ക്ലോസിംഗ് നൽകി. 6 മാസം കൊണ്ട് 12% റിട്ടേണും 1 വർഷം കൊണ്ട് 37% നെഗറ്റീവ് റിട്ടേണും നൽകിയ ഒരു സ്റ്റോക്കാണ് ക്യാമ്പസ് ആക്റ്റീവ് വെയർ. ക്യാമ്പസ് ആക്റ്റീവ് വെയറിൻ്റെയും ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ ഇയർ ഓൺ ഇയറിൽ താരതമ്യപ്പെടുത്തിയാൽ പ്രോഫിറ്റ് 48.5% ഇടിഞ്ഞു. 48 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 24.9 കോടിയിലേക്ക് ഇടിയുകയും റവന്യൂ ഫ്രം ഓപ്പറേഷൻ 465 കോടിയിൽ നിന്നും 472 കോടിയിലേക്ക് മാർജിനലി ഉയരുകയും ചെയ്തിട്ടുണ്ട്. സീക്വൻഷ്യലി നോക്കുകയാണെങ്കിൽ കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. അതായത് ഓരോ ക്വാർട്ടർ കഴിയുമ്പോഴും കമ്പനി നില മെച്ചപ്പെടുത്തുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഫെസ്റ്റീവ് സീസണിൻ്റെ സപ്പോർട്ടോടുകൂടി ക്വാർട്ടർ ടു ക്വാർട്ടർ നമ്മൾ നോക്കിയാൽ കമ്പനിയുടെ പ്രോഫിറ്റിലും റവന്യൂവിലും 80% വർധനവുണ്ടായിട്ടുണ്ട്. ഇയർ ഓൺ ഇയറിൽ എബിറ്റ 91 കോടിയിൽ നിന്നും 56 കോടിയിലേക്ക് ഇടിയുകയും എബിറ്റ മാർജിൻ 19% നിന്നും 11% ഇടിയുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ട് ഇയർ ഓൺ ഇയറിൽ 466 കോടിയിൽ നിന്നും 472 കോടിയിലേക്ക് സെയിൽസ് ഉയർന്നു. ക്വാർട്ടർ ടു ക്വാർട്ടർ 259 കോടിയിൽ നിന്നും 472 കോടിയിലേക്ക് സെയിൽസ് ഉയർന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 48 കോടിയിൽ നിന്നും 25 കോടിയിലേക്ക് ഇടിഞ്ഞെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടർ ലോസിൽ നിന്നും കമ്പനി 25 കോടി രൂപയുടെ പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പനി അതിൻ്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്നുണ്ട്. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 33%, പ്രോഫിറ്റ് ഗ്രോത്ത് 25%, ROE 22%. 440 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 327 കോടി രൂപയുടെ കടമുണ്ട്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ അത്ര ഫേവറബിൾ അല്ല. പ്രൊമോട്ടേഴ്സിന് 73.88% സ്റ്റേക്ക് ഹോൾഡിംഗ്. FIS അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 9.25 നിന്നും 5.9% കുറച്ചു. DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 4.8 നിന്നും 7% ഉയരുകയും പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 13% രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ പെർഫോമൻസ് മോശമാണ്. പക്ഷേ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ കമ്പനി പെർഫോമൻസ് ഒരൽപ്പം മെച്ചപ്പെടുത്തിയത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായി സ്റ്റോക്ക് എങ്ങനെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ റിയാക്ട് ചെയ്യുമെന്ന് പ്രവചിക്കാൻ സാധ്യമല്ല. ആൾറെഡി സ്റ്റോക്ക് 52 വീക്ക് ലോയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്